ഹർഷ, ലീഗിനെ എപ്പോഴും കുറ്റം പറയുന്ന CPM-ന് ഒരു വലിയ തിരിച്ചടി ഇട്ടിരിക്കുകയാണ്. ഒരു CPM വനിതാ നേതാവ് ലീഗിലേക്ക്, മുസ്ലിം ലീഗിൽ ജോയിൻ ചെയ്തു, അവിടെ അംഗത്വം എടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിലും വലിയ തിരിച്ചടി CPM-ന് കിട്ടാനില്ല അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 30 വർഷമായി CPM-ന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രമുഖ വനിതാ നേതാവാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഇത്തരത്തിൽ മുസ്ലിം ലീഗിലേക്ക് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ ഐഷ പോറ്റി ഇത്തരത്തിൽ CPM-ൽ നിന്നും മാറി UDF-ലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവരെ വിളിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗീയവാദിയാക്കി, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വർഗത്തോട് ചതി ചെയ്യുന്ന, അധികാരമോഹിയായിട്ടുള്ള അത്രത്തോളം പേരുകളായിരുന്നു ഈ പറയുന്ന ഐഷ പോറ്റിക്ക് അന്ന് അവർ ചാർത്തി കൊടുത്തത്. ഇങ്ങനെ ചാർത്തി കൊടുക്കാനാണെങ്കിൽ CPM-ൽ ഇപ്പോൾ നിൽക്കുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പേര് വിളിക്കാൻ മാത്രമായിരിക്കും, ഇത്തരത്തിൽ മോശമായ പരാമർശങ്ങൾ നടത്താൻ മാത്രമായിരിക്കും CPM-ന് നേരെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു പ്രമുഖ നേതാവ് ഈ പറയുന്ന മുസ്ലിം ലീഗിലേക്ക് വരുന്നു. CPM-ന്റെ ഒരു അടിത്തറ തന്നെ ഇളകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 30 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല എന്നുള്ളതാണ്. ഈ 30 വർഷ കാലയളവിൽ വരും ഒരു പ്രവർത്തകർ മാത്രമായിരുന്നില്ല ഈ പറയുന്ന രണ്ട് വ്യക്തികളും. ഐഷ പോറ്റി അവിടെ MLA ആയിരുന്നു, നമുക്കറിയാം. 3 തവണ വിജയിച്ച് MLA ആയ വ്യക്തിയാണ്. ഈ പറയുന്ന സുജ ചന്ദ്രബാബു ആണെന്നുണ്ടെങ്കിലും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്നു, അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. എല്ലാ തരത്തിലും സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവർ പറയുന്ന കൃത്യമായ ഒരു ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് CPM-ൽ വർഗീയത, അല്ലെങ്കിൽ വർഗീയത കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. അവിടെ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മുസ്ലിം വർഗീയത നിറഞ്ഞൊരു പാർട്ടിയായി CPM മാറുന്നു എന്ന് പറയുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, CPM-ന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു, ജാതീയത ഉയർത്തിപ്പിടിക്കുന്നു, അതുപോലെ അല്ല, ജാതീയത ഇല്ല എന്ന് പറയുന്നു, അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ തന്നെയും പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർ തന്നെ പറയുകയാണ് അങ്ങനെയല്ല, വർഗീയതയാണ് അതിൽ മുഴുവൻ ഉള്ളത് എന്ന് പറയുകയാണ്. അത് നമുക്ക് ഈ മന്ത്രിമാര് പറയുന്നത് കേൾക്കുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇവരുടെ ഉള്ളിലെല്ലാം വർഗീയതയുണ്ട്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതില്ല എന്ന് മാത്രമാണ് ഉള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങളിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷങ്ങളോളം പാർട്ടിയിൽ വിശ്വസിച്ചു കൂടെ നിന്ന വ്യക്തികൾ തന്നെ അതിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് വക്താവ് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF ആണ് ഇടതിന്റെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടു പോകുന്നത്. കാരണം ഇടത് എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന LDF മുന്നണി, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട എല്ലാ ആശയങ്ങളും, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന പ്രമുഖ നേതാക്കന്മാർ ഈ തരത്തിൽ UDF-ലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിലേക്ക് മാറുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരാളെ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇവരെ വിശ്വസിച്ച് ഇവരുടെ കൂടെ നിൽക്കുന്ന എത്രയോ പ്രവർത്തകർ, എത്രയോ അണികൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലേക്ക് മാറുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാർത്തകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചർച്ചകൾ എണ്ണമറ്റതായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശോഷിച്ചില്ലാതെ ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സമയത്ത് പറഞ്ഞതുപോലെ ഈ പറയുന്ന ചുവന്ന കൊടി കാവിക്കൊടിയായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിന് അധികം കാലതാമസമൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് ഇപ്പോഴും ആ പരിവർത്തന സ്റ്റേജിലാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് CPM ഉള്ളത്. ഏതോ ചാനൽ ചർച്ചയിൽ വസന്ത് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് BJP-ക്കാരന്റെയും CPM-കാരന്റെയും ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. പറയുന്നതൊന്നു തന്നെയാണ്. ഇപ്പോൾ CPM-കാര് പറയുന്നതും BJP-ക്കാര് പറയുന്നതും ഏറെക്കുറെ ഒരുപോലെയൊക്കെ ആയി വരുന്നുണ്ട്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശം, പണ്ടൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആവേശം, കാവ്യവൽക്കരണത്തിനെതിരെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവേശം കൊള്ളുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി BJP പറയുന്ന രാഷ്ട്രീയം, BJP പറയുന്ന വർഗീയത മറ്റൊരു പാത്രത്തിൽ, ഒരേ വീഞ്ഞ് വേറെ പാത്രത്തിൽ എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ കാര്യം. ഒരു മൃദു സമീപനത്തോടെ ഇതെല്ലാം ഇൻജക്ട് ചെയ്യാൻ തന്നെയാണ് CPM ശ്രമിക്കുന്നത്. ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണ്, വോട്ട് ബാങ്കാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ ഇത്തരം പ്രവർത്തകർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഈ സുജ ചന്ദ്രബാബു CPM-ൽ നിന്നും വർഗീയത എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിലേക്ക് പോകുമ്പോൾ അതൊരു പരിഹാസപാത്രമായി മാറാനുള്ള സാധ്യതകൾ ഒരുപാടാണ് എന്നുള്ളതാണ്. കാരണം CPM തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് മുസ്ലിം മതത്തെ മാത്രം ചേർത്ത് പിടിക്കുന്ന, ബാക്കിയുള്ളവരെ വളരാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അത്രത്തോളം വിദ്വേഷം കുത്തി നടക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെതിരെ ഒളിയമ്പുകൾ ഒരുപാട് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സാഹചര്യത്തിൽ CPM-ന്റെ തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ CPM-ന്റെ ഇത്രത്തോളം വർഷമായിട്ടും CPM-ന് വേണ്ടി പ്രവർത്തിച്ച ആൾ ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ CPM-ന് അവിടെ നിലവാരം എത്രത്തോളം താഴ്ന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പറയുന്ന സുജാ ചന്ദ്രബാബു എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് പ്രവർത്തിക്കണമെങ്കിൽ പാർട്ടിയെ തൊഴുതു നിൽക്കണം.
അതിനപ്പുറത്തേക്ക് ഓരോ നേതാക്കന്മാരെയും വ്യക്തിപരമായി കണ്ട് സന്തോഷിപ്പിച്ചാൽ മാത്രമാണ് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പല നേതാക്കന്മാരെയും അവർ പോലും അറിയാതെ പാർട്ടി ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിക്കെതിരെ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പയ്യന്നൂരിലെ വാർത്ത കണ്ടിരുന്നു. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പാർട്ടി പുറത്താക്കിയിട്ട് പോലും പാർട്ടിയോടുള്ള ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന കുഞ്ഞികൃഷ്ണനെ നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരുടെ വിലയൊന്നും പാർട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്ത ഇടയ്ക്കാണ് നമ്മൾ ഈ കാണുന്നത്, ഈ CPM-ലെ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് നമ്മൾ കാണുന്നത്. ഒന്നോ രണ്ടോ പേരുടെ കാര്യമല്ല പറയുന്നത്. ഒരുപാട് പേർ BJP-യിൽ ജോയിൻ ചെയ്യുന്നു, ഇപ്പോൾ ലീഗിൽ അംഗത്വം എടുക്കുന്നു, അങ്ങനെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒന്നും ഒരു പഠനം CPM-ൽ നടക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ അതോ പോകുന്നവരെ പിടിച്ചു നിർത്താൻ നോക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടല്ലോ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളൊരു നയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു 2 പ്രവർത്തകർ CPM പാർട്ടിയിൽ നിന്ന് പോയാൽ, അല്ലെങ്കിൽ ഒരു 200 പ്രവർത്തകർ പോയാൽ അവരെ പിടിച്ചു നിർത്താനുള്ള എഫേർട്ട് ഇടാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം. തീർച്ചയായിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ മാത്രമാണ് ഇനി തിരഞ്ഞെടുപ്പിനുള്ളൂ. പക്ഷെ ആ സമയത്ത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾക്ക് മറുപടി നൽകാൻ സമയമില്ല CPM-ന് എന്നുള്ളതാണ്. സമയം തീരെയില്ല. അവർക്ക് തുടർഭരണം പിടിച്ചു തീരുമെന്നുള്ള വാശിയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായി CPM ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു CPM വക്താവ് അല്ലെങ്കിൽ CPM അനുഭാവി പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ അല്ലെങ്കിൽ അവിടെ ഇഷ്ടംപോലെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകാനുണ്ടല്ലോ, എത്രയോ കാലിബറുള്ള നേതാക്കന്മാരുണ്ട് എന്ന് പറയുന്നിടത്ത് ഇതുപോലെയുള്ള നല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതെയാകുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നു എന്നുള്ളത് ഇവർ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ ഇതിന് താഴെ വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ വേണ്ടി പോകുന്നത്, ഇതുപോലെ തന്നെ CPM-ലേക്ക് ചേക്കേറുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? കോൺഗ്രസിൽ നിന്നും എത്രയോ ആളുകൾ CPM-ലേക്ക് വരുന്നുണ്ട്. എണ്ണി പറഞ്ഞ് ഇവർ തിട്ടപ്പെടുത്തി പുറത്തു തരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രമുഖ നേതാക്കന്മാരല്ലാതെ എത്രയോ പ്രവർത്തകർ UDF-ലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിന് കണക്കില്ല എന്നുള്ളതാണ്. ഈ ഐഷ പോറ്റി പോയപ്പോൾ ഐഷ പോറ്റിയെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ തീർച്ചയായും UDF-ലേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ സുജാ ചന്ദ്രബാബുവിനെ വിശ്വസിച്ച് അവർക്ക് വോട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഓരോ തവണ മത്സരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വോട്ട് ചോദിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ പോലും അവരെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെയും തീർച്ചയായിട്ടും ഇനി ഇവരെ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ CPM-ന് തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറായി സജ്ജമായി തന്നെ ഇരിക്കണം എന്നുള്ളൊരു മുൻകരുതൽ നേരത്തെ തന്നെ എടുക്കണം എന്നുള്ളതാണ് ഈ വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.